കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം, അതായത് വിശ്വപൗരനെല്ലാം കോൺഗ്രസ് പ്രവർത്തകർ വിശേഷിപ്പിക്കുന്ന ശശി തരൂർ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രചരണത്തിനിറങ്ങി. കേരളത്തിലെ പല ആളുകളും, അതായത് പ്രത്യേകിച്ച് CPM ഹാൻഡിലുകളും BJP ഹാൻഡിലുകളും പറയുന്നത് ശശി തരൂർ ഇന്ന് പാർട്ടി വിടും, നാളെ പാർട്ടി വിടും. പക്ഷേ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് താനെന്ന് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ യുവ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം രംഗത്തിറങ്ങിയിരിക്കുക. തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷനകത്ത് ശശി തരൂർ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്ര വലുതാണെന്ന് BJPക്കും CPMനും കൃത്യമായി അറിയാം. കാരണം തിരുവനന്തപുരത്തെ വോട്ടർമാർ എപ്പോഴും രാഷ്ട്രീയത്തിലുപരി രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. എന്നാൽ ഒരു പടി കൂടി കടന്നവർ സ്ഥാനാർത്ഥികളുടെ മികവ്, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ രീതി, ഇതെല്ലാം നോക്കിക്കണ്ട് വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ഇത്തവണ കോൺഗ്രസ് കൈമെയ് മറന്ന് പോരാട്ടം നടത്തുമ്പോൾ ശശി തരൂരിന്റെ ആ മാസ് എൻട്രി കോൺഗ്രസിന് എത്രത്തോളം ഗുണകരമാവും? തീർച്ചയായും പറയാം, ശശി തരൂരിന്റെ ഒരു മാസ് എൻട്രി ആയിരുന്നു. കാര്യം ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവരും പറഞ്ഞു തരൂർ ഇന്ന് BJP പോകും, ഇന്ന് എല്ലാവരും കാര്യം തരൂര് പല കാര്യങ്ങളിലും കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ്. പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ വിമർശിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, ഗാന്ധിജിക്കെതിരെ പോലും വിമർശനം ഉണ്ടായിരുന്നു പാർട്ടിയിൽ. പാർട്ടിയുടെ ഏറ്റവും മികച്ച ഒരു കാര്യമാണത്. പാർട്ടിക്ക് അകത്ത് തന്നെ പാർട്ടി വിമർശിക്കാൻ പറ്റുക എന്ന്. പക്ഷെ എന്ന് വെച്ച് തരൂര് പാർട്ടി വിടും എന്നല്ല പറഞ്ഞത്. അങ്ങനെ എല്ലാവരും തരൂര് പാർട്ടി വിടും എന്ന് പറയുന്നു. നെഹ്റു കുടുംബത്തിനെതിരെ ഒരു ലേഖനം പത്രത്തിൽ എഴുതിയതിന്റെ പേരിലൊക്കെ വലിയ വിമർശനങ്ങൾ നടക്കുന്ന സമയത്താണ് ലേഖനം നെഹ്റു കുടുംബത്തിനല്ല, രാഷ്ട്രീയ പാർട്ടികളെ കുടുംബവാഴ്ചക്കെതിരായ ലേഖനത്തിൽ പേര് പരാമർശിച്ചത് നെഹ്റു കുടുംബത്തിന് രാഹുലിനെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മാസ് എൻട്രിയായി വഴുതക്കാട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ തരൂർ ഇറങ്ങുന്നത്. തരൂരിന്റെ തിരുവനന്തപുരമാണ്. കാര്യം രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ നിർത്തി തിരുവനന്തപുരത്ത് താമര വിരിയിക്കാം എന്ന് ചിന്തിച്ചെടുത്താണ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പും തിരുവനന്തപുരത്തുകാര് തരൂരിനൊപ്പം നിന്നു. ആ തരൂരാണ് ഇത്തവണ വഴുതക്കാട് ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ പാർട്ടി വിടാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തരൂരെങ്കിൽ ഒരിക്കലും ഇലക്ഷൻ വർക്കിന് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വഴുതക്കാട് സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്, നമുക്കറിയാം, നീതു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊക്കെ ആദ്യമേ വളരെ പക്വമായി പ്രതികരിച്ച ഒരാളാണ് നീതു. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് തരൂർ ഇറങ്ങുന്നത്. എന്നാണ് പാർട്ടിക്കുള്ളിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ പോലും അത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞാൽ നമുക്കറിയാം മാധ്യമങ്ങളും അതുപോലെ തന്നെ സൈബർ ഹാൻഡിലുകളും അത് ഭയങ്കര ആഘോഷാക്കാറുണ്ട്. അബിൻ വർക്കിയുടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം നമ്മൾ കണ്ടതാണ്. അബിൻ വർക്കിയെ മാക്സിമം BJPയിലേക്ക് ക്ഷണിച്ചവർ പോലും ഉണ്ട്, വന്നാല് അർഹമായ സ്ഥാനമാനങ്ങൾ നൽകാന്നൊക്കെ. അപ്പൊ അതുപോലെ ഇത് വെറും ഒരു ആരോപണം മാത്രമാണെന്ന് തരൂർ തെളിയിച്ചിട്ടുണ്ട്. തീർച്ചയായും തരൂരിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് BJPയെ പോലെ വർഗീയ രാഷ്ട്രീയം പറയുന്ന, അല്ലെങ്കിൽ ജനാധിപത്യ ദംശനം നടത്താൻ ശ്രമിക്കുന്ന, മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ശശി തരൂരിന് പോകാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം ശശി തരൂർ ലോകം കണ്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ആ പദവി, അദ്ദേഹം വഹിച്ച UN അണ്ടർ സെക്രട്ടറി പദവി ഉൾപ്പെടെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. ശശി തരൂരിന് കോൺഗ്രസ് തകർന്നടിഞ്ഞ സമയത്ത് 2014 തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ കോൺഗ്രസിന് 100 അംഗങ്ങൾ ലോക്സഭയിലുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 45 അംഗങ്ങളിലേക്ക് കോൺഗ്രസ് തകർന്നടിഞ്ഞ ആ സാഹചര്യത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി വിട്ടുപോകാമായിരുന്നു. അദ്ദേഹം BJPയിലേക്ക് പോയാൽ BJP ഇരു കൈനീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കും, അദ്ദേഹത്തിന് അർഹമായ പ്രാതിനിധ്യവും പദവിയും നൽകും. പക്ഷെ അദ്ദേഹം അടിയുറച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനായി. അദ്ദേഹത്തിന് കോൺഗ്രസ് എന്താണെന്ന് വ്യക്തമായ ധാരണയുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി കോൺഗ്രസ് എന്ത് ചെയ്തു, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത് കോൺഗ്രസ് നടത്തിയ ഇടപെടലുകൾ, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത് കോൺഗ്രസ് നൽകിയ നേതൃത്വം, ഇതെല്ലാം കൃത്യമായി അറിയുന്ന വ്യക്തിത്വമാണ് ശശി തരൂർ. അദ്ദേഹം ആളുകളുമായി ഇടപഴകിയ നേതാവാണ്. AC റൂമുകളിൽ ഇരുന്ന് വിരയിക്കുന്ന, അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരയിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിക്കുന്ന നേതാവല്ല ശശി തരൂർ. അദ്ദേഹം ലോകം കണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ് കോൺഗ്രസിനകത്ത് ഇത്രത്തോളം ആരാധക വൃന്ദമുള്ള, നമ്മൾ വിചാരിക്കും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നില്ല. ചില സാമൂഹ്യ മാധ്യമ പേജുകളിലൊക്കെ ചില ആളുകൾ വിമർശിക്കാറുണ്ടെങ്കിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ ശൈലി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് കോൺഗ്രസിനകത്തുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റും. അതുകൊണ്ട് ശശി തരൂരിനെ പോലുള്ള ആളുകൾ വഴുതക്കാട് പോലെയുള്ള, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ എല്ലാ ഡിവിഷനുകളിലും ശശി തരൂർ പ്രചരണത്തിനിറങ്ങിയാൽ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് അധികം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് തരൂർ എഫക്റ്റ്. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പണവും എല്ലാ തരത്തിലും അദ്ദേഹം ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ പണത്തിന്റെ ഒരു കുത്തൊഴുക്കായിരുന്നു. എന്നാൽ തരൂരിനെ തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ആളുകൾ, എടുത്തു പറയാൻ തീരദേശ ജനത, ശശി തരൂരിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ തരൂർ എത്രത്തോളം എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. അതായത് സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ മുതൽ ഏറ്റവും താഴെത്തട്ടുള്ള തൊഴിലാളികൾക്ക് വരെ
സാധാരണക്കാർക്ക് വരെ തരൂർ എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും അതിന് തൊട്ടു മുമ്പുള്ള ലോക്സഭാ ഇലക്ഷനിലും കേരളം കണ്ടതാണ്. അത് തന്നെയാണ് തരൂർ മാജിക്. തരൂരിനറിയാം രാഷ്ട്രീയത്തിൽ എങ്ങനെ താൻ വിജയിക്കണമെന്ന് തരൂരിന് കൃത്യമായി അറിയാം. അദ്ദേഹത്തെ നമ്മൾ വില കുറച്ച് കാണരുത്. പക്ഷേ തരൂരിൻ്റെ ചില ലേഖനങ്ങൾ, തരൂരിൻ്റെ ചില പ്രസ്താവനകൾ അത് പാർട്ടിക്ക് ദോഷമുണ്ടാക്കിയിട്ടുണ്ട്. ചില പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ വെച്ച് നേരത്തെ കെ സുധാകരനാണെന്നാണ് എൻ്റെ ഓർമ്മ തരൂരിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെതായ വീക്ഷണമുണ്ട്. ആ വീക്ഷണത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം അടിമുടി കോൺഗ്രസ്സുകാരനാണ്. അക്കാര്യത്തിലും ഒന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ അത് പാർട്ടി നേതൃത്വം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു കോൺഗ്രസ് നേതൃത്വത്തിന് അടിമുടി ഭീഷണിയാണ് തരൂരെങ്കിൽ തരൂരിനെ പുഷ്പം പോലെ പിടിച്ച് പുറത്തേക്കിടാൻ കോൺഗ്രസ് നേതൃത്വത്തിന് മടിയൊന്നുമില്ല. അത്തരത്തിൽ ഒരുപാട് നേതാക്കന്മാരെ പുറത്താക്കിയ ചരിത്രം കോൺഗ്രസ് ഉണ്ട്. പക്ഷേ തരൂരിന്റെ വിമർശനം സദുദ്ദേശപരമാണ്, അല്ലെങ്കിൽ തരൂർ ഒരു ക്രൗഡ് പുള്ളർ നേതാവാണെന്ന കൃത്യമായ ബോധ്യം കോൺഗ്രസിനകത്തുണ്ട്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനകത്ത് തിരുവനന്തപുരത്ത് കാണുന്നതും. തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം രംഗത്തിറങ്ങിയത് BJP MCPM അങ്കലാപ്പിലാക്കിയിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമല്ലേ? ആണ്, തീർച്ചയായും. കാര്യം ഇവര് BJP-യിലേക്ക് പോകും, പാർട്ടി മാറും എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് പിന്നെ തരൂര് തിരുവനന്തപുരത്തിന്റെ MP കൂടിയാണല്ലോ. അപ്പൊ തരൂര് നേരത്തെ കൂട്ടി ഒന്നാമത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചതും തരൂരിന്റെ ഈ എൻട്രിയും പിന്നെ നമുക്കറിയാം നയിക്കുന്നത് ഈ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ചാർജ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് മുരളീധരനാണ്. ഇതെല്ലാം BJP-യെയും CPM-നെയും വെട്ടിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവർ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരമാവധി തരൂരിനെ ഇറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ പല ആരോപണങ്ങളും ഉന്നയിച്ചത്. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തരൂർ ഇലക്ഷൻ രംഗത്ത് സജീവമായത്. തീർച്ചയായും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം തിരുവനന്തപുരത്ത് കഴിവും പക്വതയും പ്രാപ്തിയും ഉള്ള സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു. KSUക്കാർ സ്ഥാനാർത്ഥികളായി വരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായി വരുന്നു. അതോടൊപ്പം തന്നെ പരിചയസമ്പന്നരായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നു, പൊതുസമ്മതരായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഇത്തരത്തിൽ എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ മുതൽ തന്നെ BJP-യും CPM-ഉം അങ്കലാപ്പിലാണ്. അത് മുതലെടുക്കാൻ തരൂരിനെ പോലുള്ള ആളുകൾ പ്രചരണത്തിലെത്തുന്നു. നാളുകളിൽ ദേശീയ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് പ്രചരണത്തിലെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ശബരിനാഥും നേമ ഷജീറും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഇത്തവണ കോർപ്പറേഷൻ എന്ത് വില കൊടുത്തും പിടിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കാരണം നേരത്തെ സൗപർണിക പറഞ്ഞതുപോലെ ചുമതല നൽകിയിരിക്കുന്ന ആർക്കാണ്? K മുരളീധരന്. അദ്ദേഹം എന്ത് വില കൊടുത്തും തിരുവനന്തപുരത്ത് BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന ശബ്ദത്തിലാണ്. നേമത്ത് അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിലും BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കും. അത്യുജ്വലമായ വിജയം കോൺഗ്രസ് നേടും. അതിനുവേണ്ടി ദേശീയ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരണത്തിലെത്താൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ KACC-യുടെ സെക്രട്ടറിമാർ പ്രചരണത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. അത്തരത്തിൽ കൃത്യമായ പ്ലാനോട് കൂടിയാണ് ഇത്തവണ കോർപ്പറേഷൻ പിടിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം. അതിന് മുന്നോടിയായാണ് ശശി തരൂർ പോലുള്ള ആളുകൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ മാറ്റം ഉറപ്പാണ്. ആ മാറ്റം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ശശി തരൂരിന്റെ മാസ് എൻട്രി. ശശി തരൂരിന്റെ ഒരു മാസ് എൻട്രിയാണ് ഇപ്പോൾ കണ്ടതെങ്കിൽ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കുകൾ വരും ദിവസം കാണാനിരിക്കുകയാണ്.